ഒരു അടിപൊളി മുട്ട അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുട്ട അവിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും തക്കാളി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, കരിവേപ്പില, ഇത്രയാണ് ഇതിനു വേണ്ടി ഉള്ളത്. കടുക് ഇട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുക്കാം. ഈ സവാള ഇട്ട് നല്ല ഒരു അടിപൊളി മുട്ട അവിയലാണ് കേട്ടോ. നമ്മളൊന്ന് ചോറിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ഊണ് കഴിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിൽ ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കും കൂടെ വേവിച്ച് വെക്കും. ഉരുളക്കിഴങ്ങും പച്ചമുളകും മുരിങ്ങയ്ക്കും. ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. നല്ല ഒരു അടിപൊളി മുട്ട അവിയലാണ്. ഉരുളക്കിഴങ്ങും നല്ല മുരിങ്ങയ്ക്കായും ഇവിടെയുള്ള ഒരു അടിപൊളി മുട്ട അവിയൽ. നമ്മളെന്തിട്ടാലും ആരും കാണണമെന്നില്ല, എന്നാലും നമ്മളിവിടെയാണ്. നല്ലവരായി നിങ്ങളൊക്കെ ഇത് കാണുമെന്ന് വിചാരിക്കും. നിങ്ങളൊക്കെ വലിയ വലിയ വീഡിയോകളാണ് കാണുന്നത്, നമ്മളെ പാവപ്പെട്ടവരെയും കൂടെ നിങ്ങൾ കാണുന്നില്ല. നമുക്ക് ഒരുപാട് ഒന്നും ചെയ്യാനുള്ള ഒന്നുമില്ല. നമ്മൾ എല്ലാം നാടൻ രീതിയിൽ ചെയ്യും. ഉണ്ടോ? കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഈ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. വീഡിയോ പിടിക്കാൻ ആളില്ല, സ്വന്തം കൈ കൊണ്ട് ഞാൻ ചെയ്യണതുകൊണ്ട് വലിയ ഇതായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. തക്കാളി ഇട്ടു. തക്കാളി ഇടാൻ താമസിച്ചു കേട്ടോ. കുഴപ്പമില്ല, തക്കാളിക്ക് വലിയ വേവില്ലല്ലോ. തക്കാളി നേരത്തെ ഇടാനുള്ളതൊന്നും നോമ്പായിട്ട് എല്ലാം മറന്നു പോന്നു. ഇതിൽ അരപ്പ് ഇട്ട് കൊടുക്കുക. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ഒരു പച്ചമുളകും ശകല മുളക് പൊടി ഇത്രയും കൂടെ അരച്ചെടുത്തതാണ് ഇതിലേക്കിടാം. ടേസ്റ്റ് നോക്കാൻ എൻ്റെ സിനാനിയാണ് വിളിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും നോമ്പാണ്, നമുക്ക് നോക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു അടിപൊളി മുട്ട അവിയലാണ് കേട്ടോ. ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടാണ് കാണിക്കുന്നത്. മുട്ട വേവിച്ചരിഞ്ഞ് വെച്ച് ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും മുളകും കൂടി വേവിച്ച് വെച്ച്, എന്നിട്ട് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ശകലം മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്
അരച്ച് വെച്ച് എന്നിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. നമ്മളെ വീഡിയോ നിങ്ങളൊക്കെ കാണണം, അതിനു വേണ്ടിയാണ്. അയ്യോങ്കിലും കൊള്ളാമെങ്കിൽ നിങ്ങളൊക്കെ കാണണം. മുട്ട അവിയൽ നിങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷം എന്നറിയാമോ. നല്ല ഒരു അടിപൊളി അവിയലാണ്. ഒരുപാട് തിളക്കിയ മുട്ട പൊടിഞ്ഞു പോകും. പല രീതിയിലും ആൾക്കാർ വയ്ക്കും, പക്ഷെ നമ്മളിങ്ങനെയാണ് വയ്ക്കുന്നത്. നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. സമയം കഴിഞ്ഞ് പോകണം. കണ്ടോ കൂട്ടുകാരി, നമ്മൾ മുട്ട അവിയൽ ഞാൻ ഒരു 5 മുട്ടയാണ് എടുത്തത്. എല്ലാം റെഡിയാക്കി വച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളെ ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങളെല്ലാവരും കാണണേ. കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെയും കൂടെ നിങ്ങളൊന്ന് സഹായിക്കണം. നമ്മളെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെയാണ് നിങ്ങളൊക്കെ പോണത്. നമ്മളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ സിനാനെങ്കിലും ഇഷ്ടപ്പെടണം. സിനാനാണ് ഇതിനെല്ലാത്തിനും നിൽക്കുന്നത്. നമ്മളെ മുട്ട അവിയലെങ്ങനെ എന്തുകൊണ്ടിരിക്കുന്നു. ചിലർ തക്കാളി ഇടില്ല, നമ്മൾ തക്കാളിയും കൂടെ ഇടും. ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഇടുന്നതാണ്. നമ്മുടെ മുട്ട അവിയൽ നല്ല സൂപ്പറല്ലേ. കുറച്ച് സമയം കൂടുതൽ ആവണം നിങ്ങൾ കാണുമ്പം കുറച്ച് കൂടുതലായിപ്പോയി. നിങ്ങളൊക്കെ കാണാതെ പൊക്കളായി. എൻ്റെ സിനാൻ എന്താ വന്ന് നിൽക്കുകയാണ്. സിനാൻ മുട്ടവിയൽ ഉപ്പ് നോക്കാൻ വന്ന് നിൽക്കുകയാണ്. അതാണ് എൻ്റെ മോൻ സിനാൻ. സിനാനാണ് ഞാൻ ഉപ്പ് നോക്കാൻ കൊടുക്കാൻ പോണത്. സിനാൻ അറിഞ്ഞൊന്നും കൂടാ, എന്നാലും മക്കളെ ഒന്ന് നോക്ക്. സിനാൻ ഉപ്പ് നോക്കുകയാണ്. ഇപ്പം ഉണ്ടാക്കളെ ഉണ്ടാ അടിപൊളി തന്നെ. ചൂടുണ്ട്. ഇതിലോട്ട് നോക്കി പറ, ക്യാമറയിലോട്ട്. ചൂടുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ ബൈ. അപ്പം എല്ലാം പറഞ്ഞ് ഞാൻ പറയാനുള്ള എല്ലാം അപ്പം പറഞ്ഞു. അവിയൽ കണ്ടോ, പല രീതിക്കും വയ്ക്കും. നമ്മളിങ്ങനെയാണ് വയ്ക്കുന്നത്. എല്ലാവരും ഒരു രീതിയിൽ വെച്ചാലും അയ്യോ അല്ലേ. ഇത്തിരി വെളിച്ചെണ്ണോടെ ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതും കൂട്ടി ചോറ് കഴിക്കാൻ അടിപൊളിയാണ്.
പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എന്ത് വേണോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പതുക്കെ ഇളക്കാൻ പറ്റും. കണ്ടല്ലോ കൂട്ടുകാരെ, ഇനി നമ്മളിത് കുറച്ച് കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് നമ്മൾ ഇറക്കി വയ്ക്കും. അത്രേ കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണാതെ പോകരുത്. ഒരു ലൈക്കെങ്കിലും തരണം. ഓക്കേ.